ഇന്നൊരു ക്ലീശേ പ്രവാസിയുടെ കഥ പറയാട്ടോ. പ്രവാസികളുടെ മാറാത്ത അല്ലെങ്കിൽ മാറ്റപ്പെടാത്തൊരു കാര്യം എന്താണെന്നറിയോ? എൻ്റെ ഒരു അഭിപ്രായമാണ്, ശരിയായിക്കൊള്ളണമെന്നില്ല. പണ്ടൊക്കെ രക്ഷപ്പെടലിൻ്റെ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിയുടെ ഒരു പര്യായപദം തന്നെയായിരുന്നു വിദേശവാസം എന്ന് പറഞ്ഞാൽ. പഠനം കഴിയുമ്പോഴേക്കോ അല്ലെങ്കിൽ ഒരു പ്രത്യേക വയസ്സാകുമ്പോഴേക്കോ വിദേശത്ത് എവിടെയെങ്കിലും പോയി കാശുണ്ടാക്കി ജീവിതം സെറ്റാക്കുക എന്നുള്ളൊരു നിലപാടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ജീവിതത്തിലെ പല ദുരിതങ്ങളും താണ്ടിയിട്ട് മൂക്കറ്റം കടമായിട്ട് നമ്മളൊന്നും സ്വപ്നങ്ങൾ പോലും അല്ലെങ്കിൽ വിദൂര സ്വപ്നങ്ങൾ പോലും ഇല്ലാത്ത വിദേശവാസം സ്വീകരിക്കുന്ന എന്നെപ്പോലുള്ളവരും കുറവല്ല. അങ്ങനെ ഉദ്ദേശങ്ങൾ പലതാണെങ്കിലും ഇവിടെ എത്തിച്ചേർന്ന എല്ലാവരും ഒരു കുടക്കീഴിലായി പ്രവാസി. നല്ല കൊഞ്ച് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഒരു കൊഞ്ച് പെരട്ട് ഉണ്ടാക്കിക്കൊണ്ട് നമുക്ക് ബാക്കി കഥ പറയാം. കാലം മാറിയതിനനുസരിച്ച് പ്രവാസവും മാറി. പണ്ട് നമ്മൾ സിനിമയിലും ടി വിയിലൊക്കെ കണ്ട് മനസ്സിലാക്കിയിട്ടുള്ള വില കൂടിയിട്ടുള്ള സെൻറ്റും ഡ്രസ്സും ധരിച്ച് 2 വർഷം കൂടുമ്പം പത്രാസ് കാണിച്ചു വരുന്ന ഒരു ഗൾഫുകാരൻ്റെ ചിത്രം ആണോ ഇന്ന് പ്രവാസിക്ക്? അല്ല. പണ്ട് അന്യഗ്രഹം പോലെ കണ്ട വിദേശിന്ന് അടുത്ത അങ്ങാടിയിൽ പോയി വരുന്നത് പോലെയായി. ദിവസേന വിവരങ്ങൾ അറിയാനും കണ്ട് സംസാരിക്കാനും പറ്റുന്നതായി. ശമ്പള കാര്യത്തിലും വർധനവുണ്ടായി. കുടുംബത്തെ കൂടെ കൊണ്ടുവന്ന് താമസിപ്പിക്കാനുള്ള സാഹചര്യമായി. അങ്ങനെ പോകുന്നു മാറ്റങ്ങൾ. എൻ്റെ ഒരു വർഷം എന്നുള്ള കാൽക്കുലേഷൻ 3-ാമത്തെ വർഷത്തിലെത്തി നിൽക്കുന്നു. ഇങ്ങനെ എത്രയോ വർഷങ്ങൾ പിന്നിട്ട എത്ര പേര് കാണുമല്ലേ. ഇത്രയൊക്കെ പ്രവാസം മാറിയിട്ടും ഇപ്പോഴും ഓരോ പ്രവാസിയുടെ മനസ്സിൽ ഇനി നാട്ടിൽ പോയിട്ട് എന്ത് ചെയ്യാനാ, വീട് പണി, മക്കളുടെ പഠിപ്പ്, പുതിയ കടങ്ങൾ, അങ്ങനെ പോകുന്നു. എന്തായിരിക്കും ഈ ചിന്തയ്ക്ക് മാത്രം മാറ്റില്ലാത്തത്? എന്താ നിങ്ങളെ മൈൻഡ് സെറ്റ്? ഒന്ന് ഷെയർ ചെയ്യണേ. ഇതാണ് ഞാൻ തുടക്കത്തിലേ പറഞ്ഞ മാറ്റമില്ലാത്ത കാര്യം. താങ്ക്സ് ഫോർ വാച്ചിങ്. ഒരു കാര്യം ചോദിക്കാൻ വിട്ടു, എങ്ങനെയുണ്ട് എൻ്റെ ചെമ്മീൻ പുരട്ട്?